ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ യൂണിറ്റ് 1ലെ സെക്കൻഡ് ചാപ്റ്ററായ ഡെപ്ത്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ള ചാപ്റ്ററാണ്. ഈ ചാപ്റ്റർ എഴുതിയിട്ടുള്ളത് സെൽമ ലാഗർലോഫ് എന്ന ഒരു റൈറ്ററാണ്. സോ നമുക്ക് ഈ ചാപ്റ്ററിൽ എന്താണ് പറയുന്നത് എന്ന് നോക്കാം. നമ്മുടെ റൈറ്ററായ സെൽമ ലാഗർലോഫ് ഒരു സ്വീഡിഷ് എഴുത്തുകാരിയാണ്. ഷി വാസ് ദ ഫസ്റ്റ് ഫീമെയിൽ റൈറ്റർ ടു വിൻ ദ നോബൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ. സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ആദ്യത്തെ വനിതയാണവർ. ഇവരുടെ ഒരു ലൈഫ് സ്റ്റോറിയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. ഈ സ്റ്റോറിയിൽ പറയുന്നത് എങ്ങനെയാണ് നമ്മുടെ ഈ റൈറ്ററിന് നോബൽ പ്രൈസ് ലഭിച്ചത്, അത് കിട്ടാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണ്, അതിനെയൊക്കെ പറ്റി പറയുന്ന ഒരു സ്റ്റോറിയാണിത്. ഇതിൽ ഡെപ്ത്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന ഹെഡിങ്ങിന്റെ മീനിങ് വരുന്നത് ഒരാളോട് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഒരു കടപ്പാട്, നന്ദിയൊക്കെ പ്രകടിപ്പിക്കുക എന്നാണ് ആ ഹെഡിങ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ സ്പീക്കറായിട്ടുള്ള സെൽമ ലാഗർലോഫ് സ്റ്റോക്ക്ഹോമിലേക്ക് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ നോബൽ പ്രൈസ് വാങ്ങുന്നതിന് വേണ്ടിയാണ് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവർക്ക് പല ചിന്തകളും വരികയാണ്. അവരിതിനു മുമ്പ് സ്റ്റോക്ക്ഹോമിലേക്ക് പോയതിനെ കുറിച്ചും അതിനെല്ലാം കുറിച്ച് അവർ ആലോചിക്കുകയാണ്. ഇതിനു മുൻപൊക്കെ അവർ പോയിരുന്നത് വളരെ ഡിഫിക്കൽട്ടായ കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ വേണ്ടിയായിരുന്നു, എക്സാമുകൾ എഴുതാനും അതിനൊക്കെ വേണ്ടിയായിരുന്നു ഇതിനു മുൻപൊക്കെ സ്റ്റോക്ക്ഹോമിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അവർ പോകുന്നത് നോബൽ പ്രൈസ് വാങ്ങുന്നതിന് വേണ്ടിയാണ്. ഇതൊക്കെയാണ് ആ യാത്രയിൽ അവർ ചിന്തിക്കുന്നത്. ആ നോബൽ പ്രൈസ് വാങ്ങാൻ പോകുന്നതിനെ പറ്റിയെല്ലാം ആലോചിക്കുമ്പോൾ അവരുടെ മനസ്സിൽ അതിയായ സന്തോഷവും ഒപ്പം തന്നെ അതിനൊക്കെ കാരണമായ ആളുകളെ അവർ ഓർക്കുകയും ചെയ്യുന്നുണ്ട്. അവളെ ഈ നോബൽ പ്രൈസിലേക്ക് എത്തിച്ച ഒരുപാട് പേരുണ്ട്. അവളുടെ അമ്മ, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി എല്ലാവരും അതിനുവേണ്ടി അവരുടേതായ കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുള്ള ആളുകളാണ്. അവരെല്ലാം അവളുടെ ഈ ജേണിയിൽ അവളെ ഒരുപാട് ഹെൽപ്പും സപ്പോർട്ടും എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ അവൾക്ക് അവളുടെ മരിച്ചുപോയ അച്ഛനെ പറ്റി ഓർക്കുമ്പോൾ അവളുടെ മനസ്സിലെ ആ സന്തോഷം സങ്കടമായി മാറുന്നുണ്ട്. കാരണം അവളുടെ ഈ ഒരു അച്ചീവ്മെന്റ് കണ്ട് അഭിമാനിക്കാൻ അവളുടെ അച്ഛൻ അവളുടെ കൂടെ ഇപ്പോൾ ഇല്ല. അവളുടെ അച്ഛൻ അവളുടെ കൂടെ ഇല്ലാത്തതിന്റെ സങ്കടം അവൾക്ക് വളരെ അധികം ഉണ്ടായിരുന്നു. അങ്ങനെ ആ യാത്ര തുടർന്നു കൊണ്ടിരിക്കുമ്പോൾ ആദ്യമൊക്കെ ആ ട്രെയിനിന് വളരെ അലറിക്കൊണ്ടിരിക്കുന്ന ഒരു ശബ്ദമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് ഒരു സോഫ്റ്റായ സൗണ്ടായി മാറിയിരിക്കുന്നു. അങ്ങനെയുള്ള ആ ശാന്തമായ ശബ്ദം കേൾക്കുമ്പോൾ സമാധാനത്തോടെയുള്ള ഒരു മെലഡി കേൾക്കുന്നത് പോലെയൊക്കെയാണ് നമ്മുടെ റൈറ്ററിന് തോന്നിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു സമാധാന അന്തരീക്ഷത്തിൽ നമ്മുടെ സ്പീക്കർ കുറെ പകൽ സ്വപ്നങ്ങൾ, അതായത് ഡേ ഡ്രീംസ് കാണുകയാണ്. അവർ അവരുടെ അച്ഛനോടൊപ്പം സ്വർഗത്തിൽ ഒന്നിക്കുന്നതൊക്കെ ആയിട്ടാണ് സ്വപ്നം കാണുന്നത്. ആ സ്വപ്നത്തിൽ അച്ഛൻ ഒരു വരാന്തയിൽ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അയാളുടെ ചുറ്റിനും സൂര്യപ്രകാശം കൊണ്ടും പൂക്കൾ, പക്ഷികൾ ഇവയെല്ലാം കൊണ്ടും നിറഞ്ഞിരുന്നു. എന്നിട്ട് അവൾ ആദ്യം തന്നെ അവൾക്ക് നോബൽ പ്രൈസ് ലഭിച്ച കാര്യം അച്ഛനോട് തുറന്നു പറയുന്നില്ല. വളരെ ഇൻഡയറക്റ്റ് ആയിക്കൊണ്ട് അവൾ ഓരോ കാര്യങ്ങൾ അച്ഛനോട് പറയാൻ തുടങ്ങി. അവൾ ആദ്യം തന്നെ അച്ഛനോട് പറയുന്നത് അവൾക്കൊരു കടമുണ്ട് എന്നായിരുന്നു. ഈ കടമാണ് പിന്നീട് ഇതിൽ കടപ്പാടായി മാറുന്നത്. പക്ഷേ അവളുടെ അച്ഛൻ പറഞ്ഞു, സ്വർഗത്തിലെല്ലാം ഉണ്ട്, പക്ഷേ പണം മാത്രമില്ല, അതുകൊണ്ട് തന്നെ പണം തന്ന് സഹായിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. പക്ഷേ അവൾ പറഞ്ഞു അവൾ പണം കടം മേടിക്കാനല്ല വന്നിരിക്കുന്നത് എന്ന്. അവൾക്ക് ഒരുപാട് പാട്ടുകൾ പഠിപ്പിച്ചു കൊടുത്തതും പിയാനോ വായിക്കാൻ പഠിപ്പിച്ചതും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്തതും എല്ലാം അച്ഛനാണ്. ഈ കടങ്ങളൊക്കെ അവൾ എങ്ങനെ വീട്ടുമെന്നാണ് അച്ഛനോട് ചോദിക്കുന്നത്. അതുപോലെ തന്നെ വേറെ കുറേ ആളുകളും അവളുടെ ഈ നോബൽ പ്രൈസിലേക്കുള്ള ജേണിയിൽ അവളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവരോടൊക്കെയുമുള്ള ആ ഒരു കടപ്പാട് എങ്ങനെ തീർക്കുമെന്നാണ് അവൾ അച്ഛനോട് ചോദിക്കുന്നത്. അവളുടെ ബാല്യകാല കഥകളും പ്രകൃതിയെക്കുറിച്ചുള്ള പാട്ടുകളും അവളുടെ ജേണിയിൽ അവളെ സപ്പോർട്ട് ചെയ്ത ഫ്രണ്ട്സ് എല്ലാവരും ഇപ്പോൾ അവളുടെ കൃതികളുടെ ആരാധകരായി മാറിയിരിക്കുന്നു. അവളുടെ റൈറ്റർ എന്ന ഈ ഒരു ജേണിയിൽ ഓരോരുത്തരും അവളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുകയും ഹെൽപ്പ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അവരോടെല്ലാമുള്ള ഈ കടപ്പാട് എങ്ങനെ വീട്ടുമെന്നാണ് നമ്മുടെ സ്പീക്കർ ചിന്തിക്കുന്നത്. നോബൽ അക്കാഡമി അവൾക്ക് നൽകിയ ഈ ഒരു അംഗീകാരത്തിന് എങ്ങനെ നന്ദി പറയും എന്നും അവൾ ആലോചിക്കുന്നുണ്ട്. അത്രയും അവൾ എല്ലാവരോടും കടപ്പെട്ടിരിക്കുന്നു. അവളെ പ്രശംസിക്കുകയും ശകാരിക്കുകയും ചെയ്ത കുറേ ആളുകളെല്ലാം ഉണ്ട്. അവരോടെല്ലാമുള്ള നന്ദിയും കടപ്പാടുമെല്ലാം അവൾ അറിയിക്കുകയാണ്. ഇതാണ് ഡെപ്ത്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന ഈ ചാപ്റ്ററിൽ പറയുന്നത്. ഒരു നോബൽ പ്രൈസ് വാങ്ങാൻ പോകുന്ന ഒരാളുടെ മനസ്സിലെ ചിന്തകളും ആ ജേണിയിൽ അവളെ സപ്പോർട്ട് ചെയ്തവരോടുള്ള നന്ദിയും കടപ്പാടും ഈ സ്റ്റോറിയിലൂടെ അവൾ അറിയിക്കുകയാണ്. സോ ഇതായിരുന്നു ഡെപ്ത്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ള ഈ ചാപ്റ്റർ. ഈ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. സോ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്